നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. അക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് പ്രസക്തിയേറുന്നുവെന്ന് KPCC വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ VT ബൽറാം കോൺഗ്രസ് പാവർട്ടി മണ്ഡലത്തിൽ വാർഡ് 1-ന്റെയും 15-ന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിയുടെ വിപണനം കേരളത്തിൽ യുവതലമുറയെ വഴിതെറ്റിക്കുന്നുവെന്നും ലഹരിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും ബൽറാം കൂട്ടിച്ചേർത്തു. വാർഡ് പ്രസിഡന്റ് KC ഖാദർമോൻ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവറട്ടി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ സലാം എൻമേനാട്, സിന്ധു അനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ജറോം ബാബു, സുനിത രാജു, TK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമത്തിൽ കലാസാംസ്കാരിക കായിക രംഗത്ത് ഉന്നത നേട്ടം കൈവരിച്ചവരെയും വാർഡിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കടവലൂർ കടങ്ങോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തിപ്പിലശ്ശേരി ചിറമനേങ്ങാട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിപ്പിലശ്ശേരി മുതൽ പള്ളിക്കുളം വരെ പിന്നാക്ക കാൽനട പ്രതിഷേധ ജാഥ നടത്തി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2 കോടി രൂപ അനുവദിച്ച് ഇലക്ഷൻ കാലത്ത് പണി ആരംഭിക്കുകയും പിന്നീട് പണി ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവത്തിൽ AC മൊയ്തീൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 5 വർഷത്തിലധികമായി സഞ്ചാരയോഗ്യമല്ലാതായ ചിറമനേങ്ങാട് തിപ്പിലശ്ശേരി റോഡിലൂടെ പ്രദേശവാസികളുടെ യാത്രാ സൗകര്യത്തിനു വേണ്ടി സാഹസികമായി സർവീസ് നടത്തുന്ന ഫിദമോൾ ബസിന്റെ ഡ്രൈവറെ സമരത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് മെമ്പർ MH ഹക്കീം ആദരിച്ചു. തിപ്പിലശ്ശേരി സെന്ററിൽ നടന്ന പ്രതിഷേധ സംഗമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സഹദേവൻ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ നാസർ കല്ലായി, TM അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. തിപ്പിലശ്ശേരി സെന്റർ മുതൽ പള്ളിക്കുളം സെന്റർ വരെ നടന്ന പിന്നോക്ക കാൽനട ജാഥയുടെ ഫ്ളാഗ് ഓഫ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി നിർവഹിച്ചു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ മുഹമ്മദ് നിഹാൽ, ഫാസിൽ ആൽത്തറ, നിസാർ കല്ലായി, ഷഹബാസ് പടിഞ്ഞാക്കര, ഷിധിൻ MS തുടങ്ങിയവർ പിന്നോക്ക ജാഥയ്ക്ക് നേതൃത്വം നൽകി. പള്ളിക്കുളം സെന്ററിൽ നടന്ന സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷക്കീർ PP നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി മനീഷ് MM മുഖ്യപ്രഭാഷണം നടത്തി. പണി നടക്കുന്നുണ്ട് എന്നുള്ള ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പണി ഏത് റോഡിലാണ് നടക്കുന്നതെന്നും കൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന CPM-കാര് പറഞ്ഞു വെക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. ഇത്തരത്തിൽ എന്തായാലും യൂത്ത് കോൺഗ്രസ് ഒരു സൂചനാ സമരം പ്രഖ്യാപിക്കുമ്പോ നിങ്ങൾക്ക് ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സമരം ഞങ്ങളെ കടുപ്പിക്കാൻ നിങ്ങൾ കൊണ്ടുപോകരുത്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ റോഡുകളൊക്കെ നന്നാകും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. എന്തിനാണ് ഈ വലിയ തുടർഭരണത്തിന്റെ കഥ നിങ്ങൾ പറയുന്നുണ്ടല്ലോ? കഴിഞ്ഞ 9 വർഷമായി ഒരു തുടർഭരണം ഉണ്ടായിട്ട് അഖില ലോക ഗുരുവായൂരപ്പ ഭക്തജന സംഘം ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ഭക്തജന സംഗമം സംഘടിപ്പിച്ചു. ഗുരുവായൂർ കിഴക്കേനടയിലെ സൺറൈസ് ലോഡ്ജിൽ ഡോക്ടർ വാസുദേവൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. PV ശ്രീനിവാസൻ വിഷയാവതരണം നടത്തി. VK വിശ്വനാഥൻ, ഡോക്ടർ നന്ദകുമാർ, റിട്ടയർഡ് SP സദാനന്ദൻ, രായരംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ, P വത്സലൻ എന്നിവർ സംസാരിച്ചു. എല്ലാ മലയാള മാസവും 2-ാം വ്യാഴാഴ്ച ഗുരുവായൂരപ്പന് തിരുമുന്നിൽ നാമപ്രദക്ഷിണം നടത്താൻ തീരുമാനിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തെയും പരിസര പ്രദേശങ്ങളെയും ഹർത്താലുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ എല്ലാ സംഘടനകളും തയ്യാറാകണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തരംഗ് 2025 എന്ന പേരിൽ നടത്തിയ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫോറം ആനുവൽ കൾച്ചറൽ മീറ്റിൽ ആതിഥേയരായ ചൂണ്ടൽ സെന്റ് ജോസഫ്സ് നഴ്സിംഗ് സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി. ജില്ലയിലെ 14 നഴ്സിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാറ്റുരച്ച കൾച്ചറൽ മീറ്റിൽ 2-ാം സ്ഥാനം അമല നഴ്സിംഗ് സ്കൂളും പാവർട്ടി സെന്റ് ജോസ് നഴ്സിംഗ് സ്കൂളും പങ്കിട്ടു. കുന്നംകുളം മലങ്കര നഴ്സിംഗ് സ്കൂൾ 3-ാം സ്ഥാനത്തിന് അർഹരായി. നഴ്സിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിലും നഴ്സിംഗ് സ്കൂളിലുമായി സജ്ജമാക്കിയ 3 വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സമാപന ചടങ്ങിൽ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ വിതരണം ചെയ്തു. ഇന്ന് കലാരംഗത്തുള്ള വൈദഗ്ധ്യം തെളിയിച്ചവരാണ് നമ്മുടെ കുട്ടികൾ എല്ലാവരും. കാരണം നമ്മുടെ മുൻപുള്ള കാലഘട്ടത്തിൽ മുൻകാലങ്ങളിൽ ആളുകളെക്കാൾ കൂടുതൽ അവസരങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട്. ശാസ്ത്രത്തിന്റെ വലിയ കടന്നുകയറ്റം കാരണം
ഇപ്പോൾ നമുക്ക് നമ്മുടെ കഴിവുകൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വേദിയൊന്നും വേണം. മറ്റ് കുന്നംകുളം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ തിരുമേനി, മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാബ എന്നിവരുടെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കു ശേഷം അനുസ്മരണ സന്ദേശവും പ്രദക്ഷിണവും ധൂപപ്രാർത്ഥനയും കൈമുത്തും നടന്നു. ശുശ്രൂഷകൾക്ക് വികാരി ഗീവർഗീസ് ജോൺസൺ, കൈസ്ഥാനി ഷെറിൽ പോൾ, സെക്രട്ടറി ലിജോ തോലത്ത് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. പാറന്നൂർ ജനകീയ വായനശാല ഏർപ്പെടുത്തിയ CC ചിന്നപ്പൻ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. വായനശാല ഹാളിൽ നടന്ന വിദ്യാഭ്യാസ പുരസ്കാര വിതരണ ചടങ്ങ് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ കുന്നംകുളം താലൂക്ക് സെക്രട്ടറി വത്സൻ പാറന്നൂർ അധ്യക്ഷനായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ANC വില്യംസ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ജൂലറ്റ് വിനു, വായനശാല സെക്രട്ടറി AP ജെയിംസ്, വനിതാവേദി കൺവീനർ ബിജി ആൻഡോ എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ SSLC +2 പരീക്ഷാ വിജയികൾക്ക് TK വാസു വിദ്യാഭ്യാസ പുരസ്കാരം സമ്മാനിച്ചു. അമ്മിയൂർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനം 2025 സംഘടിപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് P രമേശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അനുമോദനവും സ്കോളർഷിപ്പ് വിതരണവും നടന്നു. ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി പാനൽ ലോയർ അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പള്ളി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വൈസ് പ്രസിഡന്റ് P ശ്യാംകുമാർ സ്വാഗതവും സെക്രട്ടറി PS വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു. മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ലയൺ ഡിസ്ട്രിക്ട് 318Dയുടെ വൈസ് ഗവർണർ KM അഷ്റഫിന് സ്വീകരണം നൽകി. പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PP വർഗീസ്, ചീഫ് കോർഡിനേറ്റർ MK നാരായണൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് മാലയണിയിച്ച് പൊന്നാടയും ഉപഹാരവും നൽകി. അനിൽ കല്ലാറ്റ്, KV രാധാകൃഷ്ണ വാര്യർ, PI സൈമൺ മാസ്റ്റർ, MP കബീർ, VR ശശി, ഡോക്ടർ സോമസുന്ദരൻ, നിർമ്മല നായ്ക്കത്ത്, സുമ വിശ്വംഭരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് ഇടവകയ്ക്ക് കീഴിലെ അബ്രഹാം മാർ കുറിലോസ് ബാവയുടെ കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാ നമസ്കാരവും പ്രദക്ഷിണവും ആശീർവാദവും തുടർന്ന് നേർച്ചയുമുണ്ടായി. ഞായറാഴ്ച രാവിലെ 7 പ്രഭാത നമസ്കാരം, 8 മണിക്ക് വിശുദ്ധ കുർബാനയും കൊടിയും സ്ലീബായും കൈമുത്തും തുടർന്ന് സദ്യയും ഉണ്ടായിരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.